അങ്ങനെ നമ്മുടെ വൈകുന്നേരത്തെക്കുറിച്ച് ജോലികളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഞാൻ വേഗം തന്നെ ജോലി ഒതുക്കുവാണ്. എന്ന് പറയാൻ കാരണം നമ്മുടെ കാശ് ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങിയിട്ടില്ല. ഞാനിപ്പോൾ ആളിനെ നൈസായിട്ട് വാക്കറയിൽ ഇരുത്തിയേക്കുവാണ്. വാക്കറയിൽ ഇരുത്തി എന്തെങ്കിലും കയ്യിലൊക്കെ കൊടുക്കാമെങ്കിൽ കളിച്ചുകൊണ്ടിരുന്നോളും, നല്ല മൂടാണെങ്കിൽ. അങ്ങനെ എന്നോട് വർത്താനം പറയുന്നുണ്ട്, ഞാനും തിരിച്ച് വർത്താനം പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം ജോലി ഒതുക്കുവാണ്. വഴക്കുണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ ഉറങ്ങാതെ ഉറങ്ങുന്നിടം വരെ നല്ല മൂശാട്ടിയായിരിക്കും. നമ്മൾ രാവിലെ മുറ്റം അടിക്കുന്നതാണെങ്കിലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും കാറ്റത്ത് കരിയിലകളെല്ലാം വീണിട്ടിട്ട് മുറ്റം അടിച്ചതാണെന്ന് പറയത്തതേ ഇല്ല. ഞാൻ പിന്നെ വേഗം തന്നെ മുറ്റമെല്ലാം അടിച്ചു വാരി. പിന്നെ ഞാൻ ഓർത്ത് ആദ്യം കാശിയുടെ കുറുക്കങ്ങ് വെക്കാമെന്ന്. കുറുക്ക് കൊടുത്തിട്ട് മേലൊക്കെ കഴിച്ച് ഉറക്കാമെങ്കിൽ ആൾ കുറച്ച് നേരം കിടന്നുറങ്ങും. നമ്മൾ അമൃതം പൊടിയുടെ കുറുക്കാണ് കാശിക്ക് കൊടുക്കുന്നത്. പൊന്നൂസ് കുഞ്ഞായിരുന്നപ്പോഴും ഞാൻ അമൃതം പൊടിയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ കാശിക്കും അമൃതം പൊടി ഇഷ്ടമാണ്. പിന്നെ ഞാൻ വേഗം കാശിയുടെ കുറുക്കെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും ചായയ്ക്ക് വെച്ചു. പൊന്നൂസും പറയുന്നുണ്ട് അമ്മയെ വിശക്കുന്നുണ്ടെന്ന്. പൊന്നൂസിന് പരീക്ഷയായതുകൊണ്ട് ഉച്ചവരെയുള്ളൂ. ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇച്ചിരി വിശപ്പ് കൂടുതലാണല്ലോ. അങ്ങനെ ചായയൊക്കെ ഇട്ടു. പിന്നെ അധികമുണ്ടായിരുന്ന പാൽ ഞാൻ നാളത്തേക്കിന് കാച്ചി വെച്ചു. അങ്ങനെ അതും എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ പൊന്നൂസിന് വേഗം ചായയും ബിസ്ക്കറ്റുമായിട്ട് കൊടുത്തു. പൊന്നൂസ് കൊച്ചു ടി വിയൊക്കെ കണ്ടുകൊണ്ട് ചായ കുടിക്കുവാണ്. അങ്ങനെ പൊന്നൂസിൻ്റെ ഈ തലയിലിരിക്കുന്ന റാ പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ നോക്കിയാലും വീട്ടിൽ നിൽക്കുമ്പോൾ ഈ റായാണ് വെക്കുന്നത്. അങ്ങനെ പിന്നെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് മുളക് ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് വെയിൽ കുറവായതുകൊണ്ട് ഞാൻ മുളക് അങ്ങനെ ഉണങ്ങി കിട്ടിയില്ല. പിന്നെ അത് ഞാൻ ആ ടാർപ്പായോടുകൂടി തന്നെ അങ്ങ് മടക്കി വെച്ചു. പിന്നെ തുണികളൊക്കെ പെറുക്കാനുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഉണങ്ങി, കുറച്ചൊക്കെ ഉണങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഉണങ്ങിയതെല്ലാം ഞാൻ മടക്കി വെച്ചു. ഉണങ്ങാത്തത് അയയിൽ വിരിച്ചിട്ടു, അകത്ത് അയയിൽ വിരിച്ചിട്ടു. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും അമ്മയാണ് വിളക്ക് കൊളുത്തിയത്. എന്നിട്ട് അമ്മ അമ്പലത്തിൽ അവതാരം തൊഴാനായിട്ട് പോയായിരുന്നു. അന്നേരം പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പൊന്നൂസിനെ വേഗം പഠിപ്പിക്കാനിരുത്തി. പൊന്നൂസ് 2 അടിയൊക്കെ കൊണ്ടിട്ടിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കാശ് നല്ല ഉറക്കമായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ അവളെ അങ്ങ് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. പരീക്ഷയാണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.